السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലായി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളിൽ വളരെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽപ്പെട്ടതാണ് മുഴുവൻ ഖൈറും മുഴുവൻ ഷർറും അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. എന്തെല്ലാം നന്മകൾ ഉണ്ടാകുന്നു, ഭൂമിയിൽ എന്തെല്ലാം നന്മകൾ ഉണ്ടാകുന്നു, അതെല്ലാം അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. ഒരു വ്യക്തിയിൽ നിന്നോ ഒരു ശക്തിയിൽ നിന്നോ ഏതെങ്കിലും വിഭാഗങ്ങളിൽ നിന്നോ ഏതെങ്കിലും പാർട്ടിയിൽ നിന്നോ ഏതെങ്കിലും അധികാരത്തിൽ നിന്നോ ഒരു നന്മയും സ്വയം ഉണ്ടാകുന്നില്ല, ഒരു തിന്മയും ഉണ്ടാകുന്നില്ല. മുഴുവൻ തീരുമാനത്തിൻ്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഫഇന്നൽ ഖൈറ കുല്ലഹു ബിയദിഹി. മുഴുവൻ ഖൈറുകളും അല്ലാഹുവിൻ്റെ കരങ്ങളിലാണ്. ഫഇന്നക തഖ്ദി വലാ യുഖ്ളാ അലൈക്. ദിവസേനയുള്ള ഖുനൂത്തിൽ നമ്മൾ പറയുന്നതാണ്, വിധികർത്താവ്, തീരുമാനത്തിൻ്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഭൂമിയിൽ എന്തെല്ലാം ഖൈറുകൾ നമ്മൾ കാണുന്നുണ്ടോ, അത് ഏതെങ്കിലും വ്യക്തിയുടെ കഴിവ് കൊണ്ടോ ഏതെങ്കിലും വിഭാഗത്തിൻ്റെ ഏതെങ്കിലും അധികാരത്തിൻ്റെ ഏതെങ്കിലും അധികാരിയുടെ ഏതെങ്കിലും പാർട്ടിയുടെ ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ അല്ല. മറിച്ച് അല്ലാഹു ഉടമസ്ഥനായ അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽപ്പെട്ട ഒരു ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ, ഒരു മുഅ്മിൻ ബുദ്ധിപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണ്ട എന്നോ അക്രമികൾക്കെതിരെ ശബ്ദിക്കണ്ട എന്നോ ബാത്തിലിന്റെ മുന്നിൽ തല കുനിക്കണമെന്നോ എന്നല്ല. മറിച്ച് അമിതമായി ഒരാളിലും ഒരു നന്മയും പ്രതീക്ഷിക്കേണ്ട, അമിതമായി ഒരാളിൽ നിന്നും ഒരു ഷർറും ഭയപ്പെടേണ്ടതുമില്ല. ചിലപ്പോൾ നന്മ പ്രതീക്ഷിക്കുന്നവരിൽ തിന്മയുണ്ടാകാം, ഷർറുകളുണ്ടാകാം. ഷർറുകളെ ഭയപ്പെടുന്നവരിൽ നന്മകളും ഉണ്ടാകാം. അസാ അൻ തുഹിബ്ബു ഷൈഅൻ ഫഹുവ ഖൈറുൽ ലക്കും, അസാ അൻ തുഹിബ്ബു ഷൈഅൻ വശർറുൽ ലക്കും, അസാ അൻ തക്റഹു ഷൈഅൻ വഖൈറുൽ ലക്കും. നിങ്ങൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ അത് നിങ്ങൾക്ക് ഷർറായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങൾ നിനക്ക് നന്മയുമായിരിക്കും. അല്ലാഹു തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജലം പുറപ്പെട്ടത് ഒരു സ്ത്രീയുടെ അടുപ്പിൽ നിന്നാണ് എന്ന് ചരിത്രത്തിൽ കാണാം. വിപരീതമായി പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു തആല.
തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം അത് പുറപ്പെട്ടു തന്നെ അടുപ്പിൽ നിന്നാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കയ്യിൽ തൻ്റെ ജീവിതത്തിൽ ഉപകാരപ്പെട്ടുന്ന വടി നിമിഷങ്ങൾ കൊണ്ട് ഉപദ്രവമുള്ള ഒരു പാമ്പാക്കി മാറ്റി വരും അള്ളാഹു തന്നെ. അതുകൊണ്ട് ഒരു മുഅ്മിൻ നന്മ പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുവിലാണ്. ഒരു മുഅ്മിന്റെ മുഴുവൻ പ്രതീക്ഷയും അള്ളാഹുവിൽ മാത്രമായിരിക്കണം. ഏതെങ്കിലും വ്യക്തിയിലോ ഏതെങ്കിലും വിഭാഗത്തിലോ പാർട്ടിയിലോ അധികാരത്തിലോ ഒരു മുഅ്മിന്റെ മുഴുവൻ പ്രതീക്ഷയുമാവുകയില്ല. അള്ളാഹുവിൽ മാത്രമായിരിക്കണം ഏത് സന്ദർഭത്തിൽ മുഅ്മിന്റെ പ്രതീക്ഷ. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒന്ന് പറഞ്ഞു ഖലീഫയോട്, ഖാലിദിനെ സൈന്യത്തിന്റെ കമാൻഡർ സ്ഥാനത്ത് നിന്ന് മാറ്റണം. സൈന്യത്തിന്റെ അമീർ സ്ഥാനത്ത് നിന്നും ഖാലിദിനെ മാറ്റണം. എന്താണ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്, മുസ്ലിമീങ്ങളുടെ പ്രതീക്ഷയെല്ലാം ഖാലിദിലേക്ക് തിരിയുന്നു. ഖാലിദ് നല്ല കഴിവുള്ള വ്യക്തിയാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖാലിദിന്റെ ബുദ്ധിയെ സംബന്ധിച്ച്, നീ എത്ര ബുദ്ധിയുള്ളവനാണ്. എനിക്കറിയാമായിരുന്നു ഖാലിദേ, നീ തീർച്ചയായും ഇസ്ലാമിലേക്ക് മടങ്ങുമെന്ന്. കാരണം അത്രയും ബുദ്ധിയുള്ളവനാണ് നീ. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് പരാജയത്തിന്, ആദ്യഘട്ടത്തിൽ പരാജയത്തിന് കാരണം അന്ന് മുശ്രിക്കീങ്ങളുടെ ഭാഗത്തായിരുന്ന ഖാലിദ് റളിയല്ലാഹു തആല ബുദ്ധിയായി വലിയ നഷ്ടങ്ങളുണ്ടായി. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തിന്റെ നാവുകൊണ്ട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഹാദാ ലസൈഫുൻ മിൻ സുയൂഫില്ലാഹ്. ഖാലിദ് അല്ലാഹുവിന്റെ വാളിൽ ഒരു വാളാണ്. മൂസ യുദ്ധത്തിൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജമാഅത്തിന്റെ സംഘത്തിന്റെ സൈന്യത്തിന്റെ അമീർ ഒന്ന് തങ്ങൾ പറഞ്ഞു സെയ്ദാൻ, സെയ്ദ് മരിച്ചാൽ ജഅഫറാൻ, ജഅഫർ മരിച്ചാൽ അബ്ദുല്ലാഹ് ഇബ്നു ഹാരിസാൻ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. ഇവർ മൂന്ന് പേര് മരണപ്പെട്ട് കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ ഒരാളെ അമീറായി നിശ്ചയിച്ചു കൊള്ളട്ടെ. യുദ്ധത്തിന്റെ ആരംഭഘട്ട മുസ്ലിമീങ്ങൾക്ക് പരാജയമായി. ഈ മൂന്ന് സഹാബാക്കൾ മരണപ്പെട്ടു. പിന്നെ അവർ തെരഞ്ഞെടുത്തു ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനെ. ഖാലിദ് റളിയല്ലാഹു തആല വളരെ നിഷ്പ്രയാസം മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകുകയും അത്രയും ധീരനും ബുദ്ധിമാനും ശക്തനുമായ ഒരു വ്യക്തിയായിരുന്നു ഖാലിദ് റളിയല്ലാഹു തആല. ഒരിക്കൽ യർമൂക്ക് യുദ്ധ സമയം ശത്രുപക്ഷം ലക്ഷങ്ങൾ നിറഞ്ഞ ശത്രുപക്ഷം നോക്കിയിട്ട് പറഞ്ഞു, മാ അഖല്ല റൂം, എത്ര ചെറിയ സംഘമാണ്. ധീരശാലി, ധീരനായ സഹാബി. മരണസമയം തൻ്റെ വീട്ടിൽ കിടക്കുന്ന സമയം അദ്ദേഹം കരയാൻ തുടങ്ങി. എന്തിനാ ഖാലിദെ കരയുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു, 100-ൽ പരം യുദ്ധങ്ങൾ പങ്കെടുത്തു, ജിഹാദിൽ പങ്കെടുത്തു. എൻ്റെ ശരീരത്തിൽ ഒരു സ്ഥലവും ബാക്കിയില്ല മുറിവേൽക്കാത്തതായി. പക്ഷെ ഞാനിപ്പോൾ വിരിപ്പിൽ കിടന്ന് മരിക്കുകയാണല്ലോ. ഇത്രമാത്രം യോദ്ധാവായ, ധീരനായ, ശക്തനായ ഒരു സഹാബി അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു, അജിസൻ നിസാഉ അൻ യലിദന മിസ്ല ഖാലിദ്. ഖാലിദിനെ പോലെയുള്ള ചുണക്കുട്ടന്മാരെ പ്രസവിക്കാൻ സ്ത്രീകൾ അശക്തരാണ്. ഇനി ഇങ്ങനത്തെ വ്യക്തികൾ ഉണ്ടാവുക തന്നെ അസാധ്യമാണ് എന്നെല്ലാം ഖാലിദ് റളിയല്ലാഹു തആലയെ പറ്റി അത്രമാത്രം പുകഴ്ത്തി അബൂബക്കർ റളിയല്ലാഹു തആല പോലെ സഹാബാക്കൾ പറഞ്ഞുവെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവെത്രയായി. ആ സഹാബിയായ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ് ഉമർ റളിയല്ലാഹു തആല പറയുന്നത്, നേതൃസ്ഥാനത്ത് മാറ്റണം, കമാൻഡർ സ്ഥാനത്ത് നിന്ന് മാറ്റണം. കാരണം മുസ്ലിമീങ്ങളുടെ ചിന്തയും പ്രതീക്ഷയുമെല്ലാം ഖാലിദിലേക്ക് പോകുന്നു. ഖാലിദ് സൈന്യത്തിന്റെ കമാൻഡർ ആണെങ്കിൽ വിജയം ഉറപ്പാണ്. മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിൽ അതിൽ കലർപ്പോരുന്നു. സഹായം വ്യക്തികളെ കൊണ്ടല്ല, ഏതെങ്കിലും പാർട്ടികളെ കൊണ്ടല്ല, മറിച്ച് അല്ലാഹുവിൽ നിന്നാണ് സഹായം. മുസ്ലിമീങ്ങൾ ഇത് മനസ്സിലാക്കണം. അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ ചിലപ്പോൾ ഖാലിദിനെ കൊണ്ട് അല്ലാഹു സഹായിച്ചേക്കാം, ചിലപ്പോൾ ഖാലിദ് ഇല്ലാതെയും അല്ലാഹു സഹായിക്കാം. അല്ലാഹു കഴിവുള്ളവനാണ് എന്ന് മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാകണം. മുസ്ലിമീങ്ങളെ പ്രതീക്ഷ ഏതെങ്കിലും വ്യക്തിയിലേക്കോ വിഭാഗത്തിലേക്ക് പോകാതെ അല്ലാഹുവിലേക്ക് മാത്രമാകണം. അതുകൊണ്ട് ഖാലിദിനെ അമീർ സ്ഥാനത്ത് മാറ്റണം. അത് നൽകുന്നൊരു പാഠമാണ് മുസ്ലിമീങ്ങൾക്ക്, ഉമ്മത്തെ മുഹമ്മദിയക്ക്. നമ്മുടെ പ്രതീക്ഷ മുഴുവൻ സമയം അല്ലാഹുവിലായിരിക്കണം. ഒരു അധികാരികളിലോ ഒരു വ്യക്തിയിലോ ഒരു പാർട്ടിയിലോ ഉമ്മത്തിന്റെ ഹൃദയം തിരിയേണ്ടതില്ല. അനുകൂലമാകാം, പ്രതികൂലമാകാം.
നമ്മുടെ മുഴുവൻ പ്രതീക്ഷയും അള്ളാഹുവിലായിരിക്കും. അള്ളാഹു അവൻ കഴിവുള്ളവനാണ്. അതുകൊണ്ടൊന്ന് മുസ്ലിമിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്, മുസ്ലിമിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് മുഴുവൻ ഖൈറും ഷർറും അല്ലാഹുവിൽ നിന്ന്. അതുപോലെ മുഅ്മിൻ വിശ്വസിക്കേണ്ട അടിസ്ഥാനപരമായ മറ്റൊരു കാര്യമാണ് ഖൈറുകളും ഷർറുകളും. അതൊരു വ്യക്തിയിൽ നിന്നുണ്ടാകണമെങ്കിൽ, ഒരു വിഭാഗത്തിൽ നിന്നുണ്ടാകണമെങ്കിൽ, ഒരു അധികാരിയിൽ നിന്നും ഖൈറുണ്ടാകണമെങ്കിൽ അതിലേറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഉമ്മത്തിന്റെ അമലുകളാണ്. ഉമ്മത്തിന്റെ അമലുകൾ നന്നായാൽ അല്ലാഹു തആല മറ്റുള്ളവരിൽ നിന്ന് നന്മ അല്ലാഹു തആല ഉണ്ടാക്കും. അധികാരികളിൽ നന്മകൾ അല്ലാഹു തആല ഉണ്ടാക്കും. ഉമ്മത്തിന്റെ അമലുകൾ മോശമായാൽ ചിലപ്പോൾ അനുകൂലമായ ആളുകളിൽ നിന്നും നമുക്ക് ഷർറുകളും ഫിത്നകളും ഉണ്ടാകും. അവരുടെ അടിസ്ഥാനം അമലുകളാണ്, നന്മകളാണ് അടിസ്ഥാനം. ഉമ്മത്തിന്റെ ഇബാദത്തും അമലുകളുമാണ് അടിസ്ഥാനം. അതിനെ പരിഗണിച്ചുകൊണ്ടാണ് അധികാരികളിൽ നന്മയുണ്ടാകുന്നത്. ഉമ്മത്തിന്റെ അമലുകളെ പരിഗണിച്ചുകൊണ്ടാണ്, ഉമ്മത്തിന്റെ തിന്മയെ പരിഗണിച്ചുകൊണ്ടാണ് അധികാരികളിൽ ദൂഷ്യങ്ങളും ഫിത്നകളും ഉണ്ടാകുന്നത്. ചിലപ്പോൾ നന്മ പ്രതീക്ഷിക്കുന്ന അധികാരികളിൽ നിന്നും ഉമ്മത്തിന് ഷർറുകൾ ഉണ്ടായേക്കാം. ചരിത്രം സാക്ഷിയാണ്. അതുകൊണ്ട് മുൻഗാമികൾ പറയുമായിരുന്നു, അഅമാലുകും ഉമ്മാലുകും, നിങ്ങളുടെ അമലുകളാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ ഭരണാധികാരികൾ. ഭരണാധികാരികളിൽ നിന്നും നന്മയുണ്ടാകുന്നതും തിന്മയുണ്ടാകുന്നതും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കഴിവ് കൊണ്ടല്ല, നിങ്ങളുടെ അമലുകളെ പരിഗണിച്ചുകൊണ്ടാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ചില ആളുകൾ പറഞ്ഞു, മഹാനവറുകളെ, നിങ്ങളുടെ ഖിലാഫത്ത്, നിങ്ങളുടെ അധികാര കാലഘട്ടം വന്നപ്പോഴേക്കും ഫിത്നകളാണല്ലോ മൊത്തം. നിങ്ങളുടെ മുൻഗാമികൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെയും കാലഘട്ടത്തിൽ വളരെ നീതിപൂർവമായ, വളരെ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾ, നിങ്ങളുടെ കാലഘട്ടം എത്തിയപ്പോൾ മൊത്തം ഫിത്നകളാണല്ലോ, പ്രശ്നങ്ങളാണല്ലോ. അലി റളിയല്ലാഹു പറഞ്ഞു, കാരണം മറ്റൊന്നുമല്ല, ഞങ്ങളുടെ മുൻഗാമികളായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രജകൾ ഞങ്ങളായിരുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ, ദീനസ് ജീവിക്കുന്നവർ. അതുകൊണ്ട് ഞങ്ങളുടെ ഭരണാധികാരികൾ നന്നായി. ഞങ്ങൾ ഭരിക്കും നിങ്ങളെയാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മോശമായി, അതുകൊണ്ട് നിങ്ങളുടെ അധികാരികൾ മോശമായി. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചില കൂട്ടുകാർ പറഞ്ഞു, നിങ്ങൾ എത്ര വലിയ നീതിമാനാണ്, നിങ്ങൾ എത്ര നീതിയോടുകൂടി ഭരണം നടത്തുന്നു. ഉമർ റളിയല്ലാഹു പറഞ്ഞു, എന്നാൽ ജനങ്ങൾ അവർ എന്നേക്കാൾ എത്രയോ നീതിയുള്ളവരാണ്. അതായത് ഉമറിന്റെ ഈ നീതിക്കെല്ലാം അടിസ്ഥാന കാരണം ഉമറിന്റെ കഴിവല്ല, പ്രജകളുടെ, ജനങ്ങളുടെ ജീവിതത്തിലെ അമലുകളാണ്. ഹജ്ജാജ് ബിൻ യൂസുഫ് വലിയ അക്രമിയായി ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. മുഴുവൻ അക്രമികൾ അക്രമം ഒരു ഭാഗത്തും ഹജ്ജാജിന്റെ അക്രമം ഒരു ഭാഗത്ത് കൂട്ടിയാൽ ഹജ്ജാജിന്റെ അക്രമം അതിനേക്കാൾ വലുതാണ്. ഒരിക്കൽ ചില ആളുകൾ പറഞ്ഞു, ഹജ്ജാജ്, നീ എത്ര വലിയ അക്രമിയാണ്, നിനക്ക് അബൂബക്കർ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ഭരിക്കാൻ പാടില്ലേ, ഭരണം നടത്താൻ പാടില്ലേ, നീ എന്തിനാ ഇങ്ങനെ അക്രമം കാണിക്കുന്നത്? ഹജ്ജാജ് ബിൻ യൂസുഫ് പറഞ്ഞു, തബാദറു വഅതഅമ്മറു ലക്കും, നിങ്ങൾ അബൂദറുകളായി, ഞാൻ നിങ്ങൾക്ക് ഉമറായി മാറാം. ഉമർ റളിയല്ലാഹു തആല പോലെ ഭരിച്ച അബൂദർ, അവരുടെ പ്രജകൾ അബൂദറിനെ പോലെ സഹാബാക്കളായിരുന്നു. നിങ്ങളും അതുപോലെ അബൂദറും സൽമാൻ അൽ ഫാരിസി പോലുള്ള തഖ്വയുള്ള ദീനുള്ള സഹാബാക്കളെ പോലെ നിങ്ങൾ ജീവിക്കും, എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉമറായി മാറാം എന്ന് ഹജ്ജാജ് ബിൻ യൂസുഫ് പറയുകയാണ്. അബ്ദുൽ മലിക് ബിൻ മർവാൻ രാജാവിന്റെ മുന്നിൽ ജനങ്ങൾ ഇതേ പരാതിയുമായി വന്നു, നിങ്ങൾക്ക് നീതിയോടുകൂടി ഭരിക്കാൻ പാടില്ല, നിങ്ങൾക്ക് എത്ര നല്ല അവസരമാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അക്രമങ്ങൾ കാണിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, തുരീദൂന മിന്നാ സീറത അബീ ബക്കർ വ ഉമർ, നിങ്ങൾ ഞങ്ങളിൽ നിന്നും അബൂബക്കർ, ഉമർ റളിയല്ലാഹു തആല പോലുള്ള ആ മഹാന്മാരുടെ ജീവിതമാണ് പ്രതീക്ഷിക്കുന്നത്, എന്നെ പോലുള്ള ഭരണാധികാരിയിൽ നിന്നും അവരുടെ ഭരണമാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? അവരുടെ പ്രജകളെ പോലെ അബൂബക്കർ, ഉമർ റളിയല്ലാഹു തആല ഭരിച്ച സമൂഹം, സഹാബാക്കൾ, അവർ എങ്ങനെയായിരുന്നു? അവരുടെ ദീനും അവരുടെ തഖ്വയും അവരുടെ ഇബാദത്തും നിങ്ങൾ കൊണ്ടുവരിൻ, എങ്കിൽ ഞാൻ നിങ്ങൾക്ക് അബൂബക്കറും ഉമറും ആകാമെന്ന് അബ്ദുൽ മലിക് ബിൻ മർവാൻ പറയുകയാണ്. ഈ പറഞ്ഞതിൻ്റെ എല്ലാം ഉദ്ദേശം അക്രമത്തിനെതിരെ, ദുൽമിനെതിരെ ശബ്ദിക്കണ്ട എന്നോ, നാം നിശബ്ദത പാലിക്കണമെന്നോ, നമ്മുടെ മുന്നിൽ വന്ന അക്രമങ്ങളെ സഹിക്കണം, മിണ്ടാതിരിക്കണം എന്നോ അല്ല.
മറിച്ച് നാം ചിന്തിക്കണം, ഉമ്മത്ത് ചിന്തിക്കേണ്ടത് അമലുകളിലേക്കാണ്. ഉമ്മത്തിൻ്റെ പ്രതീക്ഷ അമലുകളിലായിരിക്കും. ഏതെങ്കിലും വ്യക്തി വന്നാൽ, ഏതെങ്കിലും ഭരണം വന്നാൽ, ഏതെങ്കിലും പാർട്ടി വന്നാൽ ഉമ്മത്തിൻ്റെ മുഴുവൻ പ്രശ്നം തീരും. അത് തെറ്റായ ധാരണ. ഉമ്മത്തിൻ്റെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ ഉമ്മത്ത് അമലുകളിലേക്ക് മടങ്ങണം. അള്ളാഹുവിൻ്റെ വാഗ്ദാനം അമലുകളിലാണ്. ഉമ്മത്ത് അമലുകളിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു തആല അനുകൂലമായ, കാരുണ്യമുള്ള, നീതിയുള്ള ഒരു ഭരണകൂടത്തെ അള്ളാഹു കൊണ്ടുവരും. ചിലപ്പോൾ നമ്മൾ വെറുക്കുന്ന സമൂഹമായിരിക്കാം, പക്ഷെ അവരിൽ നിന്നും അള്ളാഹു തആല നീതി അള്ളാഹു കൊണ്ടുവരും. ഇനി ഒരു പക്ഷേ നമ്മുടെ അമലുകൾ മോശമായാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന സമൂഹമായിരിക്കാം ഭരണത്തിലെത്തി, പക്ഷേ അവരിൽ ഉണ്ടാകുന്ന അനീതിയായിരിക്കും. സഹാബാക്കളെ ചരിത്രം നോക്കി, അവരുടെ ജീവിതങ്ങൾ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിതം വന്നു, തഖ്വയുള്ള ജീവിതം വന്നു, അമലുകൾ ശരിയായി. അവരുടെ മുന്നിൽ വന്ന ഭരണാധികാരികൾ എത്ര നീതിയുള്ളവരായി, എത്ര അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി. സഈദ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു ഹിംസിലെ ഭരണാധികാരി, വളരെ നീതിയോടെ, വളരെ ലാളിത്യത്തോടെ ഭരണാധികാരിയായി ഹിംസിൽ കഴിഞ്ഞു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടം, ആ നാട്ടിൽ നിന്നും കുറച്ച് ആളുകൾ ഹിംസിൽ നിന്നും മദീനയിൽ വന്നു തങ്ങളുടെ ഭരണാധികാരിയെ കുറിച്ച് പരാതി പറയാൻ വേണ്ടി. ഉമർ റളിയല്ലാഹു തആല വിളിപ്പിച്ചു. ഹിംസിൽ നിന്നും സഈദ് ബിൻ ആമിർ റളിയല്ലാഹു തആല വിളിപ്പിച്ചു. നിന്റെ സമൂഹം നിന്നെക്കുറിച്ച് ചില പരാതികൾ പറയുന്നു. ഞാൻ വളരെ വിശ്വസിച്ച് ഭരണം ഏൽപ്പിച്ചതാണ്. ചോദിച്ചവരോട് എന്തെല്ലാമാണ് നിങ്ങളുടെ പരാതികൾ? ഞങ്ങൾക്ക് 4 പരാതികളുണ്ട്. ഒന്ന്, ഇദ്ദേഹം ജനങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും വിധികൽപ്പിക്കാനും വേണ്ടി വരുന്നത് പകലിൻ്റെ പകുതി സമയമാവുകയാണ്. പകലിൻ്റെ ആരംഭത്തിൽ ഞങ്ങളിലേക്ക് വരാറ് പോലുമില്ല. സഈദ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ പറയേണ്ടതെല്ലാം മറച്ചു വെക്കേണ്ടതാണ്, പക്ഷേ താങ്കൾ നമ്മിൽ പ്രകടമാക്കേണ്ട അവസരമായതിൻ്റെ പേരിൽ ഞാൻ പറയുന്നു, എൻ്റെ വീട്ടിൽ ജോലിക്കാരനില്ല. എൻ്റെ വീട്ടു ജോലികൾ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഒരു ഭരണാധികാരി, ഹിംസിന്റെ ഭരണാധികാരി, അദ്ദേഹം പറയുന്നു, ഞാൻ എൻ്റെ ജോലികളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഭക്ഷണ പാചകങ്ങളും മറ്റും വീട്ടിൽ ജോലിക്കാരില്ലാതെ ഞാൻ സ്വന്തമായി ചെയ്യുന്നതിൻ്റെ പേരിൽ പകലിൻ്റെ ആരംഭത്തിൽ ഞാൻ ആ ജോലികൾ മുഴുകുന്നതിനാൽ എനിക്ക് ജനങ്ങളിലേക്ക് എത്താൻ പറ്റുന്നില്ല. മറ്റൊരു പരാതി, ഇദ്ദേഹം രാത്രി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറങ്ങാറില്ല. അദ്ദേഹം പറഞ്ഞു, മറ്റൊന്നുമല്ല, പകൽ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു, രാത്രി ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ നമസ്കരിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. രാത്രി മുഴുവൻ എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്, അള്ളാഹുവിന് മുന്നിൽ കരയാനും ഇബാദത്ത് ചെയ്യാനും വേണ്ടി. പിന്നെ 3-ാമത്തെ പരാതി, ഇദ്ദേഹം മാസത്തിൽ ഒരു ദിവസം ഞങ്ങളിലേക്ക് തീരെ വരാറില്ല. അദ്ദേഹം പറഞ്ഞു, സഈദ് റളിയല്ലാഹു പറഞ്ഞു, മാസത്തിൽ ഒരു ദിവസം എൻ്റെ വസ്ത്രം അലക്കാനും, എൻ്റെ മുഴുവൻ വസ്ത്രം അലക്കാനും മറ്റു ആവശ്യങ്ങൾക്കും ഒരു ദിവസം ഞാൻ ഒഴിവാക്കിയിരുന്നു. എനിക്ക് ജോലിക്കാരൻ മറ്റൊന്നുമില്ല. 4-ാമത്തെ പരാതി, ഇദ്ദേഹം ചില സമയങ്ങൾ അബോധാവസ്ഥയിൽ, പ്രത്യേകമായ അവസ്ഥയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തുന്നു. എന്താണെന്ന് അറിയില്ല. അദ്ദേഹം പറഞ്ഞു, ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ മുശ്രിക്കീങ്ങൾ തൂക്കിലേറ്റുന്ന സമയം ഞാനത് മുശ്രിക്കായിരുന്നു. അന്ന് അദ്ദേഹത്തെ സഹായിക്കാൻ എനിക്ക് സാധിച്ചില്ല. ആ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അള്ളാഹുവിന് ഞാൻ എന്ത് മറുപടി പറയുമെന്ന ചിന്തയാണ് എന്നെ ഒരു അബോധാവസ്ഥയാക്കുന്നത്. മറ്റൊരു സന്ദർഭത്തിൽ ഹിംസിലെ ജനങ്ങൾ മദീനയിൽ ഉമർ റളിയല്ലാഹുവിന് മുന്നിൽ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ വന്നപ്പോൾ അവരുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഹിംസിലെ ഫക്കീറന്മാരുടെ, പാവപ്പെട്ട ഫക്കീറന്മാരുടെ ലിസ്റ്റ്. ഉമർ റളിയല്ലാഹു ലിസ്റ്റ് വായിച്ചു നോക്കിയപ്പോൾ ആ ലിസ്റ്റിൽ ആദ്യം കണ്ട പേര് ഹിംസിന്റെ ഭരണമേൽപ്പിച്ച സഈദ് ബിൻ ആമിറിന്റെ പേരാണ്. ഒരു കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ ലഭിച്ച ഭരണാധികാരികൾ ഇങ്ങനെയുള്ളവരായിരുന്നു. നീതിയുള്ളവർ, ലളിതമായ ജീവിതമുള്ളവർ, തഖ്വയുള്ളവർ. അവരുടെ ജീവിതങ്ങൾ അമലുകൾ കൊണ്ട് നിറഞ്ഞപ്പോൾ അവർക്ക് അങ്ങനത്തെ ഭരണാധികാരികൾ ലഭിച്ചു. ഹിംസിലെ മറ്റൊരു ഭരണാധികാരിയായിരുന്നു ഉമൈർ ബിൻ സഅദ് റളിയല്ലാഹു തആല. ഉമർ റളിയല്ലാഹു തആല അദ്ദേഹത്തെ ഹിംസിലേക്ക് ഏൽപ്പിച്ചു വിട്ടു. 1 വർഷം കഴിഞ്ഞിട്ടും അവിടുത്തെ വിവരങ്ങൾ വരാതായപ്പോൾ ഉമർ റളിയല്ലാഹു കത്തെഴുതി, ഉമൈർ ഉടൻ തന്നെ കത്ത് ലഭിച്ചാൽ ഉടനെ മദീനയിൽ മടങ്ങി വരണം, അവിടെ ഖജനാവിൽ എന്തെല്ലാം ബാക്കിയുണ്ട് അതെല്ലാം കൊണ്ടുവരണം. ഉമൈർ റളിയല്ലാഹു തആല മദീനയിലേക്ക് എത്തി. ഉമൈർ റളിയല്ലാഹു തആല കണ്ടപ്പോൾ തന്നെ ഖലീഫ ചോദിച്ചു, എന്താണ് ഉമൈർ, അതിൻ്റെ മുഖമെല്ലാം ആകെ ക്ഷീണവും തളർന്നു. അദ്ദേഹം നടന്നാണ് വന്നത്. ഹിംസിൽ നിന്നും നടന്ന് മദീനയിലെത്തി. ചോദിച്ചത്, എനിക്ക് വാഹനമൊന്നും ലഭിച്ചില്ലേ? ജനങ്ങൾ വാഹനം തന്നതുമില്ല, ഞാൻ ചോദിച്ചതുമില്ല, ഞാൻ നടന്നാണ് മദീനയിൽ വന്നത്. ഉമർ റളിയല്ലാഹു ചോദിച്ചു, എന്താണ് അവിടുത്തെ അവസ്ഥ? അവസ്ഥകൾ വീഴ്ച കേൾപ്പിച്ചു. നീ എന്ത് കൊണ്ടുവന്നു?
ഉമൈർ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ കൊണ്ടുവന്ന എൻ്റെ മുസല്ലയും ഞാൻ നടക്കാൻ വെച്ച കുന്തവും ഒരു ലോട്ടയും വെള്ളം ഉദു കൊടുക്കാൻ ലോട്ടയും, മറ്റൊന്നും എൻ്റെ കയ്യിലില്ല. ഉമൈർ റളിയല്ലാഹു പറഞ്ഞു, എന്നെ ഇനി നിങ്ങൾ മടക്കി ആ നാട്ടിലേക്ക് അയക്കരുത്, എനിക്ക് സാധിക്കില്ല, എന്നെ നാട്ടിലേക്ക് അയച്ചെങ്കിൽ ഞാൻ അവിടെ സ്വസ്ഥമായി ജീവിച്ചു കൊള്ളാം. ഉമർ റളിയല്ലാഹു തആല അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ചില സംശയങ്ങൾ തോന്നി. ഇദ്ദേഹം പറയുന്നത് സത്യമാണ്. ഒരു വ്യക്തി വിളിച്ച് 1000 ദീനാർ കൊടുത്ത് ഇദ്ദേഹത്തിന് പോയ സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് ചെന്നിട്ട് നീ അദ്ദേഹത്തിനൊക്കെ ചെന്ന് പറയും 3 ദിവസം അതിഥിയായി താമസിക്കണം, 3 ദിവസം അതിഥിയായി താമസിക്കണം. എന്നിട്ട് അദ്ദേഹം ജീവിതം ബുദ്ധിമുട്ടാണെങ്കിൽ 1000 ദീനാർ അദ്ദേഹത്തിന് കൊടുത്തുകൊള്ളി, ഇല്ലെങ്കിൽ നീ മടങ്ങിപ്പോയി. അദ്ദേഹം നല്ല അവസരമാണ്, മടങ്ങിപ്പോയി. ഇദ്ദേഹം ചെന്നു. 3 ദിവസം ഉമൈർ ബിൻ സഅദ് റളിയല്ലാഹു തആല വീട്ടിൽ താമസിച്ചു. അദ്ദേഹം പറയുന്നു, ഉണങ്ങിയ റൊട്ടിയില്ലാതെ മറ്റൊന്നുമില്ല. 2ാമത്തെ ദിവസമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിഥിയോട് പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് പോയിക്കൊള്ളിൻ, എൻ്റെ അവസ്ഥ ഇത്രയും ബലഹീനമാണ്, ഇല്ല ഞാൻ അവിടെ നിന്നുകൊള്ളാം. 3 ദിവസം കഴിഞ്ഞു. ഇദ്ദേഹത്തിന് മനസ്സിലായി ഉമൈറിന്റെ പ്രയാസവും ബുദ്ധിമുട്ടുമില്ല. 1000 ദീനാർ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഉമർ റളിയല്ലാഹു തന്നതാണ് താങ്കൾ ഏൽപ്പിക്കാൻ വേണ്ടി. അദ്ദേഹം പറഞ്ഞു, എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ഭാര്യ അകത്ത് വിളിച്ചു പറഞ്ഞു, നമ്മൾ പ്രയാസത്തിൽ വാങ്ങിച്ചുകൊള്ളി. ഇത് കേട്ടപ്പോൾ അദ്ദേഹം അത് അവിടെ വിട്ടിട്ട് അദ്ദേഹം പോയി മദീനയിലേക്ക് മടങ്ങിപ്പോയി. ഉമർ റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നപ്പോൾ അദ്ദേഹം വിവരമെല്ലാം പറഞ്ഞു, വളരെ പ്രയാസത്തിലാണ് ഉമൈർ. ഉമർ വീണ്ടും കത്തെഴുതി, ഉമൈറെ കത്ത് കിട്ടിയാൽ വീണ്ടും ഉടനെ മദീനയിൽ വരണം. മദീനയിൽ വന്നു. ചോദിച്ചു, ഉമൈറെ ഞാൻ കൊടുത്തയച്ച 1000 ദീനാർ എന്ത് ചെയ്തു? ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെല്ലാം എൻ്റെ ആഖിറത്തിലേക്ക് വേണ്ടി, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, സമ്പത്തോ സന്താനോ പ്രയോജനം ചെയ്യാത്ത ആഖിറത്തിലേക്കെല്ലാം ഞാൻ ചിലവാക്കി. അതെല്ലാം അദ്ദേഹം സദഖ ചെയ്തു. ഇത്രയും പട്ടിണിയാണ്. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം മരണപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മയ്യത്തിലേക്ക് നോക്കി അദ്ദേഹം പൊട്ടി പൊട്ടി കരഞ്ഞു. ഇതിന് പറഞ്ഞു, ലവദിതു അന്നലി റജുലൻ മിസ്ല ഉമൈർ ബിൻ സഅദ്, ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഉമൈറിനെ പോലെയുള്ള ആളുകളെ എനിക്ക് ഭരിക്കാൻ ലഭിച്ചിരുന്നെങ്കിൽ മുസ്ലിമീങ്ങൾ ഉത്തരവാദിത്തം ഏൽപ്പിക്കാമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഇത്ര സുന്ദരമായ ഭരണാധികാരികൾ ലഭിച്ചു. നീതിയുള്ള, കരുണയുള്ള, ജീവിതത്തിൽ ലാളിത്യമുള്ള. അടിസ്ഥാന കാരണം ഉമ്മത്തിന്റെ അമലുകൾ നന്നായി, ഉമ്മത്തിന്റെ അമലുകൾ നന്നായി. നല്ല ഭരണാധികാരികൾ അല്ലാഹു നൽകി. ഹസ്രത്ത് യൂസുഫ് റഹ്മത്തുള്ളാഹി തആല അദ്ദേഹം പറയുന്നുണ്ട്, ബനു ഇസ്രായേലിന്റെ ചരിത്രത്തിൽ 4 ഘട്ടങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. അതിൽ 2 ഘട്ടങ്ങൾ ബനു ഇസ്രായേലിന്റെ ഉയർച്ചയുടെ പ്രതാപത്തിന്റെ കാലഘട്ടമായിരുന്നു. 2 ഘട്ടങ്ങൾ ബനു ഇസ്രായേലിന്റെ അധപ്പതനത്തിന്റെ പരീക്ഷണത്തിന്റെ ഘട്ടമായിരുന്നു. അതിൽ ആദ്യത്തെ ഘട്ടം യാക്കൂബ് നബിയും യൂസുഫ് നബിയും ആ കൂട്ടത്തിലുള്ള സമയം മിസ്രിൽ കഴിഞ്ഞുകൂടുന്നു. അവർ ഒരു ചെറിയ സമൂഹമാണ്. അന്ന് മിസ്രിൽ കഴിഞ്ഞുകൂടുന്ന ഒരു ചെറിയ ഗോത്രമാണ് ബനു ഇസ്രായേൽ. മിസ്രിന്റെ ഭരണം അന്ന് ഭരിക്കുന്നത് ഫിർഔൻമാരാണ്. മിസ്ർ ഭരിക്കുന്നവർക്ക് പറയുന്ന പേരാണ് ഫിർഔൻ. ഓരോ ഘട്ടത്തിലും ഭരിക്കുന്നവരെ ഫിർഔൻ എന്ന് വിളിച്ചിരുന്നു. അന്നും അവർ അവിടെ താമസിക്കുമ്പോഴും ധാരാളം ഫിർഔൻമാരുടെ ഭരണങ്ങൾ മിസ്രിൽ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും ഉപദ്രവിക്കുമായിരുന്നില്ല. ഇവർക്ക് വേണ്ട എല്ലാ ഒത്താശയും ഭരണകൂടം തന്നെ ചെയ്തു കൊടുക്കുമായിരുന്നു. യാക്കൂബ് നബിയുടെ മക്കൾക്ക് ചെറിയ സമൂഹം, ചെറിയ ന്യൂനപക്ഷം ഭരിക്കുന്ന സമൂഹം മുശ്രിക്കീങ്ങൾ. പക്ഷേ അവർക്കുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു കൊടുക്കുമായിരുന്നു. എന്നാൽ യാക്കൂബ് നബിയുടെ മരണശേഷം, യൂസുഫ് നബിയുടെ മരണശേഷം ആ സമൂഹം, ആ നബിമാരുടെ മക്കൾ, അവരുടെ ജീവിതങ്ങൾ മാറി. ദീൻ വിടാൻ തുടങ്ങി, തിന്മകളിലേക്ക് മുഴുകാൻ തുടങ്ങി. അപ്പോൾ വന്ന ഭരണാധികാരിയാണ് ഖുർആൻ ചർച്ച ചെയ്യുന്ന ഫിർഔൻ. ആ ഫിർഔൻ അക്രമം കാണിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എപ്പോൾ മുസ്ലിമീങ്ങൾ അവരുടെ അമലുകൾ നന്നായാൽ, അവർ ന്യൂനപക്ഷമാകട്ടെ, അവരെ ഭരിക്കുന്നവർ ഏത് വിഭാഗമാകട്ടെ, തീർച്ചയായും അവരിൽ നിന്ന് കാരുണ്യമുണ്ടാകും, നീതിയുണ്ടാകും. നേരെ മറിച്ച് മുസ്ലിമീങ്ങളുടെ അമലുകൾ മോശമായി, തിന്മകൾ, ദൂഷ്യങ്ങൾ മുസ്ലിമീങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങിയാൽ, അവർ ഇഷ്ടപ്പെടുന്നവരാണ് ഭരിക്കുന്നതെങ്കിലും അവർക്ക് ഒരിക്കലും നന്മയുണ്ടാവുകയില്ല. നിങ്ങളുടെ അമലുകളാണ് നിങ്ങളുടെ ഭരണകർത്താക്കളെ നന്നാക്കുകയും മോശമാക്കുകയും ചെയ്യും. നിങ്ങളുടെ തിന്മകൾ കാരണം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മോശമായത് കാരണം നിങ്ങൾപ്പെട്ട അക്രമികൾ നിങ്ങളുടെ മേൽ അധികാരികളാക്കപ്പെടുന്നതാണ്. ഖതാദ റഹ്മത്തുള്ളാഹി തആല അലൈഹി ഈ ആയത്തിന്റെ ദർശനത്തിൽ പറയുന്നുണ്ട്, തിന്മകൾ അതാണ് ഭരണാധികാരികളെ മോശമാക്കുന്നത്. തിന്മകൾ കാരണമാണ് ഭരണാധികാരികൾ മോശമാകുന്നത്. അവിടെ ഉമ്മത്തിന്റെ പ്രതീക്ഷ മുഴുവൻ അമലുകളിലായിരുന്നു, അമലുകൾ നന്നാക്കുന്നതിലായിരുന്നു. ഉമ്മത്തിന്റെ ചിന്ത അതിലായിരുന്നു. ആര് ഭരിക്കാൻ വരുന്നു എന്നതിനേക്കാൾ ഉപരി ഉമ്മത്തെ ചിന്തിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും
നമ്മുടെ അമലുകളുടെ അവസ്ഥ എന്താ? ഉമ്മത്തിൻ്റെ അമലുകളുടെ അവസ്ഥ എന്താ? അതുകൊണ്ട് നമ്മുടെ അമലുകൾ നന്നാക്കുക. നമ്മുടെ അമലുകൾ നന്നായി കഴിഞ്ഞാൽ അല്ലാഹു തആല കരുണയുള്ള നീതിയുള്ള സമൂഹത്തെ കൊണ്ടുവരും. ചിലപ്പോൾ അല്ലാഹുവിന്റെ രീതിയാണ് അമലുകൾ നന്നായ സമൂഹത്തിന്റെ മേൽ അക്രമികൾ ഭരണാധികാരികളായേക്കാം. അത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. പക്ഷെ ആ പരീക്ഷണത്തിന്റെ നിലനിൽപ്പിന് കാലഘട്ടം കുറവാണ്. ചിലപ്പോൾ ചിന്തിക്കാം, നല്ല നന്മ ചെയ്യുന്നവർക്കും അക്രമികൾ ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ ചില ഹിക്മത്തിൽപ്പെട്ട കാര്യമാണ്. ചിലപ്പോൾ അല്ലാഹു തആല അങ്ങനെ ചില സമൂഹത്തിന് മേൽ അല്ലാഹു തആല അയക്കും. അവരുടെ പ്രവർത്തനങ്ങൾ നല്ലതായിരിക്കും, ഭരണാധികാരികൾ മോശമായേക്കാം. അത് പരീക്ഷണമാണ്. പരീക്ഷണം നിലനിൽക്കുകയില്ല, അത് തീർച്ചയായും പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. പരീക്ഷണത്തിന് അതിന്റെ മേലുണ്ടാകുന്ന ബുദ്ധിമുട്ടിന് തീർച്ചയായും പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം മുസ്ലിം സമൂഹം അക്രമത്തിനെതിരെ ശബ്ദിക്കേണ്ട എന്നോ നിശബ്ദത പാലിക്കണമെന്നോ ശത്രുവിന്റെ മുന്നിൽ തലകുനിക്കണമോ എന്നല്ല, മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ അമലുകളെ കുറിച്ചാണ്. നമ്മുടെ പ്രതീക്ഷ വ്യക്തികളില്ല, ഒരു പാർട്ടിയിലുമില്ല, ഒരു അധികാരിയിലുമില്ല, അധികാരത്തിലുമില്ല. നമ്മുടെ മുഴുവൻ പ്രതീക്ഷയും അള്ളാഹുവിലാണ്. അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കേണ്ടത് എങ്ങനെയാണ്? അമലുകളിലൂടെയാണ്. അമലുകൾ നന്നാക്കിക്കൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കണം. നേരെ മറിച്ച് ഉമ്മത്തിന്റെ അമലുകൾ മോശമായി, ഉമ്മത്തിന്റെ ജീവിതം മോശമായി, ഉമ്മത്തിന്റെ യുവത്വം മോശമായി, ഉമ്മത്തിന്റെ വിവാഹങ്ങൾ മോശമായി, ഉമ്മത്തിന്റെ സമ്പാദ്യം മോശമായി, ഉമ്മത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും ദീനില്ലായ്മയും, എന്നിട്ട് നല്ലൊരു നീതിയുള്ള കാരുണ്യമുള്ള അധികാരിയെ പ്രതീക്ഷിക്കുക, അതൊരിക്കലും സാധിക്കാത്ത അസാധ്യമായ കാര്യമാണ്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.